മത്സരത്തിൽ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഡിഫൻസിൽ കേന്ദ്രീകരിച്ച് വിജയിക്കാൻ നോക്കുന്നത് ഒരു മോശം കാര്യമാണോ? ടാക്റ്റിക്കലി ചിന്തിക്കുമ്പോൾ അതൊരു മോശം തീരുമാനമൊന്നുമല്ല. പക്ഷേ അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് നടപ്പിലാക്കണം എന്ന് മാത്രം. ലോകകപ്പ് സെമി ഫൈനലിൽ അർജന്റീനയ്ക്കെതിരെ തോമസ് ടഷേൽ ഇംഗ്ലണ്ടിൻ്റെ ലൈനപ്പ് വെച്ച് ചെയ്ത പ്രതിരോധ തന്ത്രം അമ്പേ പരാജയമായിരുന്നു. ഇത് ആദ്യമായല്ല ടഷേലിന് ഇത്തരമൊരു അബദ്ധം പറ്റുന്നതും. ലോകകപ്പ് 2026 സെമി ഫൈനലിൽ അർജന്റീനയോട് ഇംഗ്ലണ്ട് പരാജയപ്പെട്ടതും മുൻപ് യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെതിരെ തോമസ് ടഷേലിൻ്റെ ബയൺ മ്യൂണിക്ക് വഴങ്ങിയ തോൽവിയും തമ്മിൽ തന്ത്രപരമായ വലിയൊരു സമാനതയുണ്ട്. അർജന്റീനയ്ക്കെതിരെ 84-ാം മിനിറ്റ് വരെ ഇംഗ്ലണ്ട് വിജയം ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ അവസാന നിമിഷങ്ങളിൽ കളി മാറി മറിഞ്ഞു. ഈ പരാജയം പെട്ടെന്നുണ്ടായ ഒരു മാജിക് അല്ല, ടഷേലിൻ്റെ തന്ത്രപരമായ പിഴവുകളുടെ ഒരു ആവർത്തനമാണ്. മുൻപ് ബയൺ മ്യൂണിക്കിൻ്റെ പരിശീലകനായിരിക്കെ റയൽ മാഡ്രിഡിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ ടഷേൽ വരുത്തിയ അതേ തെറ്റുകൾ ഇംഗ്ലണ്ടിൻ്റെ ഡഗ്ഔട്ടിലും ആവർത്തിക്കപ്പെട്ടു. മത്സരത്തിൻ്റെ ആദ്യ പകുതി തികച്ചും കടുപ്പമേറിയതായിരുന്നു. നിരന്തരമായ ഫൗളുകൾ, ഇരു ടീമുകൾക്കും ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് പോലും പായിക്കാൻ കഴിയാതെ പോയ 45 മിനിറ്റുകൾ. 55-ാം മിനിറ്റിൽ മോർഗൻ റോജേഴ്സിൻ്റെ മനോഹരമായ ക്രോസിൽ നിന്ന് ആന്റണി ഗോർഡൻ ഗോൾ നേടിയതോടെ ഇംഗ്ലണ്ട് വ്യക്തമായ മേധാവിത്വം നേടി. എന്നാൽ ഈ ഗോളിന് ശേഷം ഇംഗ്ലണ്ട് കളി നിയന്ത്രിക്കുന്നതിന് പകരം പന്ത് അർജന്റീനയ്ക്ക് വിട്ടു നൽകി സ്വന്തം ബോക്സിലേക്ക് ചുരുങ്ങാൻ തുടങ്ങി. ഇംഗ്ലണ്ടിൻ്റെ 4-2-3-1 ഫോർമേഷൻ 5-4-1 ആയി രൂപം മാറി. ഇവിടെയാണ് ഒന്നാമത്തെ പിഴവ്. ലയണൽ മെസ്സിയെപ്പോലെയുള്ള ഒരു പ്ലേ മേക്കർ ഉള്ളപ്പോൾ ബോക്സിന് മുന്നിൽ അർജന്റീനയ്ക്ക് പന്ത് കൈവശം വയ്ക്കുവാൻ ഇംഗ്ലണ്ട് സ്ഥലം അനുവദിച്ചു. അർജന്റീനയുടെ വിങ്ങർമാരെ തടയാൻ 71-ാം മിനിറ്റിൽ ഗോൾ സ്കോററായ ഗോർഡനെ പിൻവലിച്ച് കോൺസ എന്ന ഡിഫൻഡറെ ടഷേൽ കളത്തിലിറക്കി. ഇത് ഇംഗ്ലണ്ടിൻ്റെ കൗണ്ടർ അറ്റാക്കിംഗ് സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കി. 80 മിനിറ്റിന് ശേഷം ടഷേൽ വരുത്തിയ മാറ്റങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ താളം പൂർണ്ണമായി തെറ്റിച്ചു. മധ്യനിരയിൽ പന്ത് ഹോൾഡ് ചെയ്ത് കളിച്ചിരുന്ന റൈസിനെ മാറ്റിയതോടെ മിഡ്ഫീൽഡിലെ പ്രതിരോധ കോട്ട തകർന്നു. പകരം വന്നത് ലെഫ്റ്റ് ബാക്ക് ഒറൈലി. പരിക്കേറ്റ റീസ് ജെയിംസിന് പകരം ഉയരക്കാരനായ ബേൺ കൂടി കളത്തിലെത്തി. 85-ാം മിനിറ്റിൽ ഒരു ഷോർട്ട് കോർണറിൽ നിന്ന് മെസ്സിയുടെ അസിസ്റ്റിൽ എൻസോ ഫെർണാണ്ടസ് ബോക്സിന് പുറത്തുനിന്നും തൊടുത്ത ലോങ് റേഞ്ചർ ഇംഗ്ലണ്ടിൻ്റെ നെഞ്ചകം പിളർന്നു. സമനിലയായ ശേഷവും കൗണ്ടർ അടിക്കാൻ ഇംഗ്ലണ്ടിന് വേഗതയുള്ള മുന്നേറ്റ നിരയില്ലായിരുന്നു. ടഷേൽ പകരക്കാരുടെ നിരയിൽ നിന്ന് റാഷ്ഫോർഡ്, ടോണി, എസെ, സക്ക, വാറ്റ്കിൻസ്, മഡ്വെക്കെ എന്നിവരിൽ ആരെയെങ്കിലുമൊക്കെ ഇറക്കുമെന്ന് പ്രതീക്ഷിച്ചു. 2 സബ്സ്റ്റിറ്റ്യൂഷനുകൾ ബാക്കിയുണ്ടായിട്ടും അയാൾ അതിന് മുതിർന്നില്ല. അറ്റാക്കർമാർ ഫീൽഡിൽ ഇല്ലാതിരിക്കുമ്പോൾ അർജന്റീനയുടെ ഡിഫൻഡർമാർക്ക് പോലും ഫ്രീ ആയി മിഡ്ഫീൽഡിലേക്ക് വന്ന് ആക്രമിക്കാൻ കഴിഞ്ഞു. ഇഞ്ചുറി ടൈമിൽ 92-ാം മിനിറ്റിൽ വീണ്ടും മെസ്സിയുടെ ക്രോസിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ലൗതാരോ മാർട്ടിനസ് ഇംഗ്ലീഷ് ഡിഫൻഡർമാരുടെ ഇടയിലൂടെ ഹെഡർ ഗോളാക്കി അർജന്റീനയ്ക്ക് വിജയം സമ്മാനിച്ചു. മത്സരത്തിൻ്റെ 96-ാം മിനിറ്റിൽ റാഷ്ഫോർഡിനെയും ടോണിയെയും ടഷേൽ കളത്തിൽ കൊണ്ടുവന്നെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനുള്ള സമയമില്ലായിരുന്നു. ഈ തോൽവി കാണുമ്പോൾ ഓർമ്മ വന്നത് പഴയൊരു ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് മത്സരമാണ്. അന്ന് ബയൺ മ്യൂണിക്കിൻ്റെ കോച്ചായിരുന്നു തോമസ് ടഷേൽ. റയൽ മാഡ്രിഡിനെതിരെ അൽഫോൺസോ ഡേവിസിൻ്റെ ഗോളിലൂടെ ബയൺ 1-0 മുന്നിലെത്തി. വിജയത്തിലേക്ക് ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ടഷേൽ അന്ന് ചെയ്തതെന്താണ്? ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രൈക്കറായ ഹാരി കെയ്നിനെയും വിങ്ങർമാരായ ലെറോയ് സനെ, ജമാൽ മുസിയാല എന്നിവരെയും പിൻവലിച്ച് പ്രതിരോധ കളിക്കാരെ ഇറക്കി. കെയ്ൻ മാറിയതോടെ റയൽ മാഡ്രിഡ് പ്രതിരോധം ഭയമില്ലാതെ മുന്നോട്ട് കയറി കളിക്കാൻ തുടങ്ങി. ഹൊസേലിയിലൂടെ റയൽ കളി തിരിച്ചു പിടിക്കുകയും ചെയ്തു. അന്ന് കെയ്നെ മാറ്റിയതിന് ടഷേൽ പറഞ്ഞ കാരണം താരത്തിന് പരിക്കായിരുന്നു എന്നതാണ്. എന്നാൽ ഇന്ന് ഇംഗ്ലണ്ട് ദേശീയ ടീമിലും സമാനമായി അറ്റാക്കർമാരെ പിൻവലിച്ച് പ്രതിരോധത്തിലേക്ക് മാറിയ ടഷേലിൻ്റെ തന്ത്രം ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു. തോമസ് ടഷേലിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ശാപമായി ഈ അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ മാറ്റുന്ന തന്ത്രം മാറിക്കഴിഞ്ഞു. ഇംഗ്ലണ്ടിന് നഷ്ടമായത് 60 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള സുവർണ അവസരമാണ്.